സാംസങ്ങിൻ്റെ സാംസങ് Z Flip 7 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 90,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് Z Flip 7 FE എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഫ്ലിപ്പ് ഫോണാണ്, അതുകൊണ്ട് തന്നെ 2 ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. അപ്പം ഉള്ളിൽ 6.7 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് ഇതിൽ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ 22:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. പിന്നെ ഈ ഒരു ഡിസ്പ്ലേയിൽ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2600 നിറ്റ്സ് ആണ്. അപ്പം ഉള്ളിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഒരു ഹാഫിലായിട്ട് 3.4 ഇഞ്ചിൻ്റെ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൽ കൂടിയ റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം Z Flip 7 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുറത്തുള്ള ഡിസ്പ്ലേയിൽ റെസൊല്യൂഷൻ കുറച്ച് കുറവാണ്, അതുപോലെ തന്നെ സ്ക്രീൻ സൈസ് കുറവാണ്, അതുപോലെ തന്നെ റിഫ്രഷ് റേറ്റും ഒക്കെ കുറവാണ്. എന്നാലും ഈ ഒരു 90,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്, പ്രത്യേകിച്ച് ഫ്ലിപ്പ് ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സാംസങ്ങിൻ്റെ Z Flip 6 എന്ന ഫ്ലിപ്പ് ഫോൺ ഇന്ത്യയിൽ ഇപ്പം അവൈലബിൾ ആണ്. ആ ഒരു ഫോണാണെന്നുണ്ടെങ്കിൽ 68,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഇപ്പം ഫ്ലിപ്കാർട്ടിലൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഒരു ഫോണിലും ഇതേ സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പം അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 187 ഗ്രാമാണ്. അതുപോലെ തന്നെ തിക്നെസ് വരുന്നത് 6.9 mm ആണ് ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 14.9 mm ആണ്. അപ്പം Z Flip 6ലും വെയിറ്റും തിക്നെസ്സൊക്കെ ഏകദേശം ഇത് തന്നെയാണ് വരുന്നത്. പിന്നെ ആർമർ അലൂമിനിയം ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. IP48 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ ഒരു ബ്ലാക്ക് കളർ വേരിയൻറ്റും ഒരു വൈറ്റ് കളർ വേരിയൻറ്റും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 2400 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് എക്സിനോസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, പക്ഷേ തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. അപ്പോൾ തിരക്കേടില്ലാത്ത പെർഫോമൻസ് കിട്ടേണ്ടതാണ്. പക്ഷേ ഒരു പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, സാംസങ്ങിൻ്റെ Z Flip 6 എന്ന സ്മാർട്ട് ഫോൺ നമുക്ക് 68,500 രൂപ പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അത് എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. ആ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് ഈ ഒരു എക്സിനോസിൻ്റെ 2400 എന്ന പ്രോസസ്സറിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പം നമുക്ക് ഇതിലും കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫ്ലിപ്പ് ഫോൺ സാംസങ്ങിൻ്റെ തന്നെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പം അതായിരിക്കും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒന്നും കൂടി ബെറ്റർ. അതുപോലെ തന്നെ ആ ഒരു പ്രോസസ്സർ കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. NFC സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Android 16 ബേസ് ആയിട്ടുള്ള 1UI സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP 1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. പിന്നെ 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 10 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷൻ എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ക്യാമറ ഒന്നുമില്ല, ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഓക്കെ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞു Z Flip 6 എന്ന ഫ്ലിപ്പ് ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലും ഇതേ സെയിം ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 4000 mAh ബാറ്ററിയാണ് വരുന്നത്. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് എന്ന് പറയാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള Z Flip 6 എന്ന ഫോണിലും ഇതേ സെയിം ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വരുന്നത്.
അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB RAM 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 89,999 രൂപയാണ്. 8GB RAM 256GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 95,999 രൂപയാണ്. ജൂലൈ 25 മുതലാണ് ഈ ഫോണിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൻ്റെ ഒരാവശ്യമില്ലായിരുന്നു. പ്രത്യേകിച്ച് Z Flip 6 എന്ന ഫ്ലിപ്പ് ഫോൺ അവിടെ നിൽക്കുമ്പോൾ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പും ഒക്കെ ആ ഫോണിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട്. വിലയാണെങ്കിൽ കുറച്ചും കൂടി കുറവും. അപ്പം ഈ ഒരു ഫോണിൻ്റെ പോയിന്റ് എന്താണ് എന്ന് മനസ്സിലാവുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ അത്ര നല്ലൊരു ഫോണായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് ഫ്ലിപ്പ് 6 എന്ന ഫ്ലിപ്പ് ഫോൺ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോണിൻ്റെ വില എന്ന് പറയുന്നത് ഫ്ലിപ്പ് 6ൻ്റെയും താഴെ വരുന്ന ഒരു പ്രൈസിങ് ആവേണ്ടിയിരുന്നു. പക്ഷേ അതിലും കൂടുതലാണ്. അപ്പം അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലിപ്പ് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ Z Flip 6 നോക്കാവുന്നതാണ്. അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.